വിശ്വപ്രസിദ്ധമായ ചക്കുളത്തുകാവ് ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ പൊങ്കാല മഹോത്സവം ഇന്ന്. ഭക്തജനസഹസ്രങ്ങൾ വ്രതാനുഷ്ഠാനത്തോടെ ചക്കുളത്തമ്മയ്ക്ക് പൊങ്കാല നേദിക്കും. പുലർച്ചെ 4-ന് അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമത്തോടെയാണ് പൂജകൾ ആരംഭിച്ചത്. ട്രസ്റ്റ് പ്രസിഡന്റും മുഖ്യ കാര്യദർശിയുമായ രാധാകൃഷ്ണൻ നമ്പൂതിരി പണ്ടാരടുപ്പിലേക്ക് അഗ്നി പകരുന്നതോടെ പൊങ്കാലയ്ക്ക് തുടക്കമാകും. ആയിരക്കണക്കിന് ഭക്തരാണ് ചക്കുളത്തുകാവിൽ പൊങ്കാല അർപ്പിക്കുന്നതിനായി ഈ ക്ഷേത്ര പരിസരത്തും അതോടൊപ്പം തന്നെ സമീപത്തുള്ള റോഡുകളിലുമെല്ലാം ഇപ്പോൾ തയ്യാറായി നിൽക്കുന്നത്. പുലർച്ചെ 4 മണിയോടെ അഷ്ടദ്രവ്യ ഗണപതി ഹോമത്തോടെയാണ് ഇന്നത്തെ പൂജകളെല്ലാം തന്നെ ആരംഭിച്ചത്. വളരെ കൃത്യമായ ക്രമീകരണങ്ങളാണ് ഇവിടെ എത്തുന്ന ഭക്തർക്ക് സുഗമമായി പൊങ്കാല അർപ്പിച്ച് മടങ്ങുന്നതിന് വേണ്ടി ഒരുക്കിയിട്ടുള്ളത്. ആ രീതിയിലുള്ള ക്രമീകരണങ്ങളോടെ 9 മണിക്ക് വിളിച്ചുചൊല്ലി പ്രാർത്ഥനയും അതിന് ശേഷമാണ് പണ്ടാര അടുപ്പിലേക്ക് അകത്തെ കിടാവിളക്കിൽ നിന്നും അഗ്നി പകരുക. ഇപ്പോൾ ഏത് രീതിയിലാണ് കാര്യങ്ങളെന്നത് മണിക്കുട്ടൻ തിരുമേനിയോട്, ഇവിടുത്തെ കാര്യദർശിയായ മണിക്കുട്ടൻ തിരുമേനിയോടെ ഒന്ന് ചോദിക്കാം. തിരുമേനി, എത്രത്തോളം ഒരുക്കങ്ങളെല്ലാം സുഖമായി തന്നെ? പിന്നെ ഒരുക്കങ്ങളെല്ലാം ഏതാണ്ട് പൂർത്തിയായിരിക്കുകയാണ്. ഏതാണ്ട് 9:30 കഴിയുന്നതോടുകൂടി ക്ഷേത്ര ശ്രീകോവിലെ കടാവിളക്കിൽ നിന്നും പണ്ടാര പൊങ്കാല അടുപ്പിലേക്ക് അഗ്നി പ്രോജ്വലിപ്പിക്കുന്നതോടുകൂടി തന്നെ പൊങ്കാലയ്ക്ക് തുടക്കമായി. അതുപോലെ തന്നെ ഒരു 11:30 നിവേദ്യം നടക്കും. ഏതാണ്ട് 2:30 തന്നെ പൊങ്കാലയ്ക്ക് നിവേദ്യം കഴിയും. പിന്നെ ജീവതകളും മറ്റും 51 ജീവതകളിൽ ദേവിയെ ആവാഹിച്ച് ജീവതകളിൽ ആനയിച്ച് തട്ടകത്തിൽ എഴുന്നള്ളിച്ച് ഇവിടൊക്കെ പൊങ്കാലയുണ്ടോ അവിടെ അമ്മമാരുടെ അരികിൽ നിന്ന് എത്തി അത് നിവേദിച്ചാണ് പൊങ്കാല കഴിയുന്നത്. പ്രാവശ്യം കാലാവസ്ഥയെല്ലാം അനുകൂലം, അതുകൊണ്ട് തന്നെ തിരക്കും വർദ്ധിച്ചു. അതെ, തിരക്ക് കൂടുതലുണ്ട്. നാടിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും അമ്മമാരല്ലേ മുഴുവനെത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവർക്ക് അനുഗ്രഹിക്കട്ടെ, അത്രയേ ഉള്ളൂ. കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ പൊങ്കാലയായിരിക്കും പക്ഷേ. അതുതന്നെയാണ് ഈ പ്രാവശ്യം കാലാവസ്ഥയും എല്ലാം അനുകൂലമാണ്. അതുകൊണ്ട് തന്നെ സംസ്ഥാനത്തിൻ്റെ നാനാഭാഗത്തും അതോടൊപ്പം തന്നെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നടക്കമുള്ളവരാണ് ഇവിടെ പൊങ്കാല അർപ്പിക്കാൻ എത്തിയിട്ടുള്ളത്. അവർക്ക് എല്ലാം തന്നെ ഇത് പൊങ്കാല അടുപ്പുകൾ സ്ഥാപിക്കാനും എല്ലാമുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഏതാണ്ട് 2:30 പൊങ്കാല ചടങ്ങുകൾ പൂർത്തിയാകും. പിന്നീട് വൈകിട്ട് കാർത്തിക സ്തംഭം അഗ്നിക്ക് ഇരയാക്കുന്ന അടക്കമുള്ള ചടങ്ങുകളാവും നടക്കുക.